കരുത്തുറ്റ നേതൃപാടവവും പ്രവർത്തന പരിചയവുമുള്ളവരുടെ കൂട്ടായ്മയാണ് ഇത്തവണ വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി. യുവജന സംഘടനകളുടെ 3 പ്രധാന ഭാരവാഹികളുടെ സാന്നിധ്യവും ഭരണസമിതിയിലുണ്ട്. പ്രൗഢമായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുനിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആകെയുള്ള 17 സീറ്റിൽ 15 നേടി UDF ആണ് ഇത്തവണ വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഭരണ നേതൃത്വം വഹിക്കുന്നത്. മുൻ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന വിജയൻ മീനങ്ങാടി ഡിവിഷനിൽ നിന്നും DYFI ജില്ലാ പ്രസിഡന്റ് KR ജിതിൻ തിരുനെല്ലിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണസമിതിയിൽ എത്തിയിട്ടുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ അമൽ ജോയി 2ാം തവണയും ഭരണസമിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുഫീദ തസ്നി തരുവണ ഡിവിഷനിൽ നിന്ന് വിജയിച്ചെത്തിയതോടെ 3 പ്രധാന യുവജന സംഘടനകളുടെയും നേതാക്കൾ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജിനി തോമസ് പുതുമുഖമായാണ് എത്തിയതെങ്കിൽ മുൻ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കമലാരാമൻ ഇത്തവണ തദ്ദേശഭരണ സ്ഥാപനത്തിലെ പ്രവൃത്തി പരിചയവുമായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയത്. വയനാട് ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ലിസി ജോസ് എന്ന ഞാൻ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ലിസി ജോസ് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണസമിതി അംഗങ്ങളും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മികവ് തെളിയിച്ചാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയത്. വയനാട് കലക്ടറേറ്റ് APJ ഹാളിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ DR മേഘശ്രീ മുതിർന്ന അംഗം കണിയാമ്പറ്റയിൽ നിന്നുള്ള സുനിൽകുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സുനിൽകുമാർ മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുതിർന്ന അംഗം സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ ഭരണസമിതി യോഗത്തിന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബെന്നി ജോസഫ് നേതൃത്വം നൽകി. 27-ന് രാവിലെ 10:30 ഭരണസമിതി യോഗം ചേർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉച്ചകഴിഞ്ഞ് 2:30 വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കും. കോൺഗ്രസിൽ നിന്നുള്ള ചന്ദ്രിക കൃഷ്ണനായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. മേപ്പാടിയിൽ നിന്നുള്ള മുസ്ലിം ലീഗിലെ T ഹംസയായിരിക്കും ഇപ്പോഴത്തെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.